ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. രമ്യയുടെയും രാജുവിൻ്റെയും വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രുക്മിണിയും രാധമ്മയും. ഈ കല്യാണത്തിൽ നിന്നും രാജു തിരിയാതെ നോക്കിയാൽ മതിയെന്നും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെന്നും രുക്മിണി പറയുമ്പോൾ, രാജു എൻ്റെ മകനാണെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നും രാധമ്മ പറയുന്നു. ഈ കല്യാണം എന്താണെങ്കിലും ഞാൻ തന്നെ മുന്നിട്ട് നടത്തിയിരിക്കും. വേണുവേട്ടൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. പ്രതാപൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു സരസ്വതി തമ്പുരാട്ടി. അമ്മ ദീപാരാധന തൊഴാനായിട്ടൊന്നും പോയില്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, നീ പറഞ്ഞപ്പോഴാ ആ കാര്യം ഞാൻ ഓർത്തതെന്നും കല്യാണത്തിന് മുമ്പ് പെണ്ണും ചെറുക്കനും കൂടി ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ചടങ്ങ് നമ്മുടെ കുടുംബത്തിലുണ്ടെന്നും രാജുവിനോട് നീ തന്നെ ഈ കാര്യം പറയണമെന്നും സരസ്വതി പറയുന്നു. അവനോട് പ്രതാപൻ പറയണം നാളെ ഞങ്ങളുടെ ഒപ്പം കുന്നത്തുകാവ് അമ്പലത്തിലേക്ക് വരാനായിട്ട്. അതെന്താമേ, ഞാൻ തന്നെ അവനോട് പറയാമെന്ന് പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സരസ്വതി തമ്പുരാട്ടിയും ഋതികയും കൂടി സംസാരിക്കുന്നതാണ്. ആരാ നിന്റെ ഈ മീരാൻറ്റി? നീ പലപ്പോഴായിട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു വെൽവിഷറ. സ്വന്തം അമ്മ സ്നേഹിക്കുന്നത് പോലെയാ അവരെന്നെ സ്നേഹിക്കുന്നത്. നിന്റെ ഈ മീരാൻറ്റിയെ എനിക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് സരസ്വതിയും പറയുന്നു. എൻ്റെ അച്ഛനോടും എന്നോടും പിണങ്ങിപ്പോകാൻ മാത്രം ഞങ്ങള് എന്ത് തെറ്റാ എൻ്റെ അമ്മയോട് ചെയ്തത്? അമ്മയെ കണ്ട ഓർമ്മ പോലും ഇല്ല അമ്മാമ്മ എനിക്ക്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എന്താണെങ്കിലും എന്നെ തിരക്കി വന്നേനെ. ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഋതിക കരയുമ്പോൾ പെട്ടെന്ന് തന്നെ ഋതികയുടെ വാ പൊത്തുകയാണ് തമ്പുരാട്ടി. മോളെ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പ്രസവിച്ച എൻ്റെ മോളല്ലേ അത്. എനിക്ക് ആരുമില്ലാത്ത സാഹചര്യമായിരുന്നു അമ്മാമ്മേ. അപ്പോഴാണ് എൻ്റെ ബോഡി ഗാർഡായിട്ട് രാജു വന്നത്. എന്നെ സ്നേഹിക്കാൻ ആരൊക്കെ ഉള്ളതായിട്ട് എനിക്ക് അപ്പോഴാ തോന്നിയത്. പിന്നെ ഞാനും പതിയെ പതിയെ രാജുവിനെ സ്നേഹിച്ചു തുടങ്ങി. തുടർന്ന് തൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തമ്പുരാട്ടിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഋതികയാണ് കാണിക്കുന്നത്. എൻ്റെ മോള് വിഷമിക്കാതെ. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭഗവാന്മാർ എന്താണെങ്കിലും മോളുടെ അമ്മയെ മോളുടെ മുമ്പിൽ തന്നെ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഋതികയെ സമാധാനിപ്പിക്കുകയാണ് തമ്പുരാട്ടി. പിന്നീട് കാണിക്കുന്നത് വേണുവിൻ്റെ വീടാണ്. നമുക്ക് രാജുവിന്റെ ഉറപ്പാണ് വേണ്ടത്. അവന്റെ ഉറപ്പ് കിട്ടിയാൽ പിന്നെ ഒരു കുഴപ്പവുമില്ലെന്ന് രാധമ്മ പറയുന്ന സമയത്ത് രാജു അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രാജു അകത്തേക്ക് കയറി വരുമ്പോൾ രുക്മിണി രമ്യയെ വിവാഹം കഴിക്കാനായി രാജുവിനെ നിർബന്ധിക്കുകയാണ്. നിനക്ക് വേണ്ടത് സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു കുടുംബജീവിതമല്ലേ? രമ്യയെ കല്യാണം കഴിച്ചാൽ എന്താണെങ്കിലും നിനക്കത് കിട്ടും. അത് മാത്രമല്ല നിന്റെ ഈ കുടുംബവും അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടിരിക്കും. ഹരീഷിനെയും ശ്രീലക്ഷ്മിയെയും എൻ്റെ മകനും മരുമകളുമായിട്ട് ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. അവർക്ക് കൊടുക്കാനുള്ള എല്ലാ ഷെയറും ഞാൻ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് രാജു ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഇപ്പൊ തന്നെ എന്നോട് പറയണമെന്നും രുക്മിണി പറയുന്നു. രാജു സമ്മതിച്ചെന്ന് പറ രാജു എന്ന് പറഞ്ഞുകൊണ്ട് രമ്യ രാജുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് വേണു അകത്തേക്ക് കയറി വരുന്നത്. ഇവിടെ എന്താ പഞ്ചായത്ത് കമ്മിറ്റിയാണോ എന്ന് വേണു ചോദിക്കുമ്പോൾ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രമ്യ രുക്മിണിയെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അതേസമയം തന്നെ രാധമ്മയും കൊച്ചമണിയും കൂടി അകത്തേക്ക് പോകുമ്പോൾ, നീയാണോ ഈ കമ്മിറ്റിയുടെ തലവനെന്ന് ജയനെ നോക്കിക്കൊണ്ട് വേണു ചോദിക്കുന്നു. ഇത് വാടക വീടൊക്കെ തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ കുടുംബനാഥൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് വേണു അകത്തേക്ക് പോകുമ്പോ പിന്നാലെ തന്നെ എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയാണ്. ഒരു സ്വസ്ഥതയും ഇല്ലല്ലോ ദൈവമേ, ഈ കുരുക്കിൽ നിന്നും ഞാനിപ്പോ എങ്ങനെയൊന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുകയാണ് രാജു. തുടർന്ന് നാളെ അമ്പലത്തിൽ വരുമല്ലോ എന്ന് രാജുവിന് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ഋതിക. അമ്പലത്തിൽ പോകണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന രാജുവിനെയാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ഉറങ്ങിയോ എന്ന് രാജുവിന് മെസ്സേജ് അയക്കുകയാണ് രമ്യ. തുടർന്ന് തന്റെ ഫോൺ ഓഫാക്കി വെച്ചതിന് ശേഷം രാജു പറയുകയാണ്, എങ്ങനെയെങ്കിലും ഋതിക മേഡത്തിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതിന് ശേഷം നാട് വിടുന്നതാകും ബുദ്ധി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് തമ്പുരാട്ടിയും ഋതികയും കൂടി കുന്നത്തുകാവ് ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നതാണ്. അതേസമയം തന്നെ രാജുവിനെ കാണാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ഋതിക. എൻ്റെ മോൾ ടെൻഷൻ അടിക്കാതെ, എന്താണെങ്കിലും രാജു വന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം, ഇപ്പൊ നമുക്ക് വഴിപാട് എഴുതിക്കാമെന്ന് പറഞ്ഞ് ഋതികയും കൊണ്ട് കൗണ്ടറിന്റെ അടുത്തേക്ക് പോവുകയാണ് തമ്പുരാട്ടി. അതേസമയം രാജു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രാജുവിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന തമ്പുരാട്ടിയും ഋതികയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.